5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ ശിവൻകുട്ടി സാറും വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ ഗവർണർ ആർലേക്കർ സാറും തമ്മിൽ വീണ്ടും സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ആരാണ് സെഞ്ചുറി അടിക്കുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും 6, 4 ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൻ്റെ അവിടെ ആളുകളുണ്ട്, കളിക്കാരെല്ലാം നിരന്നു കഴിഞ്ഞു. ഇതാ വീണ്ടും വന്നു കഴിഞ്ഞു. ശിവൻകുട്ടി സാറ് പറഞ്ഞു, ഗവർണറുടെ പദവിയും അദ്ദേഹത്തിൻ്റെ പ്രോട്ടോക്കോളും ഒരു ഗവൺമെൻറ്റുമായി, മുഖ്യമന്ത്രിയുമായി, മന്ത്രിമാരുമായിട്ടൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതുള്ള ഒരു കൃത്യമായ ഒരു ബയലോ ഒരു മാനുവൽ ഉണ്ടാക്കി അത് SSLC കുട്ടികളെ പഠിപ്പിക്കും. അത് കേട്ട് ഗവർണർക്ക് ഇത് ആരോ പരിഭാഷപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഗവർണർ ഇത് ഇന്നലത്തെ ഒരു യോഗത്തിൽ പറഞ്ഞു, അടിയന്തരാവസ്ഥയെക്കുറിച്ചും കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികളുടെ ഒരു ഭാഗ്യം നോക്കണേ, എന്തെല്ലാം പഠിക്കാൻ പറ്റുന്നു. ഉടൻ തന്നെ മറുകണ്ടെത്തുന്ന ശിവൻകുട്ടി സാറിൻ്റെ ടീം അപ്പോൾ അദ്ദേഹം ഫുട്ബോളും കൂടി നന്നായിട്ട് കളിക്കുന്ന ആളാണ്, അടുത്ത ഗോൾ അടിക്കാൻ തീരുമാനിച്ചു. ഗുജറാത്ത് കലാപവും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം പഠിപ്പിക്കണം. ഉടൻ തന്നെ അടുത്ത് വീണ്ടും ശിവൻകുട്ടി സാർ ഒന്ന് കാര്യം കൂടെ പറഞ്ഞു, പിന്നെ ബാബറി മസ്ജിദ് ഇടിച്ചതിനെക്കുറിച്ച് പഠിപ്പിക്കണം, RSSും BJP ഇടിച്ചതിനെക്കുറിച്ച് പഠിപ്പിക്കണം. അപ്പോൾ അപ്പുറത്തുനിന്ന് വീണ്ടും ഗവർണർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ട്രോളുകൾ ഇറങ്ങി. 1948 CPM രാജ്യവിരുദ്ധമായ നിലപാടെടുത്തതിനെക്കുറിച്ച്, 47 ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് എല്ലാവരും സ്വാതന്ത്ര്യത്തിന് ഗീതം പാടുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് EMSൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചത്, ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല, ട്രോളുകൾ ഇങ്ങനെ വരുന്നതാണ്, പ്രഖ്യാപിച്ചത്. ദേശീയ പതാക ഉയർത്തരുത് എന്ന് പറഞ്ഞ് കരിങ്കൊടി ഉയർത്തിയത്, യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടാനിരിക്കുന്നു എന്നുള്ളതെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത്. തലശ്ശേരി കലാപം, ചാരപ്രവർത്തനത്തിന് ചൈനയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിൽ പിടിച്ചതിൽ, 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് VS അച്യുതാനന്ദൻ ചൈനയ്ക്ക് അനുകൂലമായ എന്തോ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ താക്കീത് ചെയ്തത്, ദേശീയപതാക കത്തിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു. അതുപോലെ ഗോദ്ര കലാപം, അപ്പുറത്ത് ഗുജറാത്ത് കലാപം പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഗോദ്ര കലാപം, സൈൻബാരി കലാപം, കൂട്ടക്കൊലകൾ, നന്ദിഗ്രാമിൽ, ബംഗാളിൻ്റെ നന്ദിഗ്രാമിൽ എന്ത് നടന്നു, ആ കൂട്ടക്കൊലകൾ, പിന്നെ ഇങ്ങനെ തുടങ്ങി ഇതെല്ലാം പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കും. പിന്നെ മാപ്പിള കലാപം നടന്നല്ലോ, മലബാർ ലഹള നടന്നല്ലോ. അപ്പോൾ അത് ടിപ്പു സുൽത്താൻ്റെ കഥകൾ, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി നടന്ന കലാപവും, രാത്രി അമ്മിണിയും ഓമനയും അങ്ങനെ 4-5 സ്ത്രീകൾ പാതിരാത്രി കയറിയ കഥ, അസംബ്ലിയിൽ തല്ലിപ്പൊളിച്ച കഥ, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ നമ്മുടെ മക്കളുടെ ടൈം അങ്ങ് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലും കേരളത്തിലും നടന്നിട്ടുള്ള എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി പഠിക്കാൻ മക്കൾക്ക് വലിയ അവസരം വന്നിരിക്കുകയാണ്. എല്ലാം കൂടി 10ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലത് ചിലപ്പോൾ ഇനി +1ലേക്കും ചിലത് 9ാം ക്ലാസ്സിലേക്കും മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്, ഓരോ കാലഘട്ടത്തിലും നടന്നത്, അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങൾ, ഗവർണറുടെ പദവി, മന്ത്രിമാരുടെ പദവി, MLAമാർ എങ്ങനെ പ്രവർത്തിക്കണം, പ്രോട്ടോക്കോളുകൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ സംബന്ധിക്കുന്ന വലിയ പഠനം വരാൻ പോവുകയാണ്. സിലബസ് വരും, അതിനകത്ത് പരീക്ഷ ഉണ്ടാവും. അതിൻ്റെ പേപ്പർ ഇപ്പോൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല, എന്ത് പേരിടണമെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. മിക്കവാറും ഗവർണർ വേഴ്സസ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതോ ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെന്ന്, ആ ചാപ്റ്ററിൻ്റെ പേരെന്തായാലും ഫൈനലൈസ് ചെയ്തിട്ടില്ല. 100 മാർക്കിൻ്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഇതെല്ലാം വരും എന്ന് പറയുമ്പോഴാണ് വീണ്ടും അത് അടുത്ത ട്രോൾ, ഞാനിപ്പോൾ ട്രോൾ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രോൾ വന്നു, ടിയാൻമെൻ സ്ക്വയറിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തെ ചൈന അടിച്ചമർത്തിയതിനെക്കുറിച്ച് പഠിപ്പിക്കണം. അടുത്ത ട്രോൾ നോക്കുമ്പോൾ സോവിയറ്റ് റഷ്യയിൽ ലെനിൻ്റെ വിഗ്രഹം എടുത്ത് ദൂരെ കളഞ്ഞതും മാർക്സിസം ലെനിനിസത്തെ കളഞ്ഞതും പഠിപ്പിക്കണം. ഇതാ വീണ്ടും ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ട്രോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ AKGയുടെ പാർട്ടി, വലിയ പാർട്ടിയായിരുന്ന 10-15 സ്റ്റേറ്റിലുണ്ടായിരുന്ന പാർട്ടി കായലോര പാർട്ടിയായി മാറിയതിനെക്കുറിച്ച് പഠിപ്പിക്കണം. ഇങ്ങനെ തുടങ്ങി കൂട്ടുകക്ഷി മന്ത്രിസഭ ആയതിനെക്കുറിച്ച് പഠിപ്പിക്കണം, ഭൂപരിഷ്കരണം പഠിപ്പിക്കണം. പിന്നെ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിനെ പിരിച്ചുവിട്ടതിനെതിരെ വിമോചന സമരത്തിനെക്കുറിച്ച് പഠിപ്പിക്കണം. ചുരുക്കത്തിൽ ജഗപുക, ലോക ചരിത്രവും ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും ഉൾപ്പെടെ വലിയ ഒരു പുസ്തകം തന്നെ ഇറക്കുവാനുള്ള സബ്ജക്റ്റ് ആയി കഴിഞ്ഞു. എന്തായാലും ഗവർണർ തുടങ്ങി വെച്ച ചർച്ചയിൽ നിന്ന് അത് വളരെ ഭംഗിയായി പരിപോഷിപ്പിച്ച് സ്കൂളിൽ ഗോതമ്പും കഞ്ഞിയും മുട്ടയും എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് മാറി വെജിറ്റേറിയൻ ഊണും അതുപോലെ തന്നെ പുലാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ ബിരിയാണിയും മുട്ടയും പാലും എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ കുട്ടികളിൽ നല്ല പോഷകാഹാരമുള്ള വസ്തുക്കൾ കൊടുക്കാൻ തീരുമാനിച്ചത് തന്നെ ശിവൻകുട്ടി സാർ വളരെ ബോധപൂർവമാണ്. അങ്ങനെ അതെല്ലാം കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് വളരെ കട്ടിയുള്ള
ഇത്തരം സാധനങ്ങളൂടെ കൊടുത്താൽ നമ്മുടെ കുട്ടികൾ ഒരു ഒന്നൊന്നര അറിവിൻ്റെ വിജ്ഞാന ഭണ്ഡാകാരങ്ങളായി മാറും. ഉറപ്പ്.